12 ലക്ഷം രൂപയ്ക്ക് കേരളത്തിൽ എവിടെയും 900 സ്ക്വയർ ഫീറ്റിൽ 3 റൂമുള്ള ഈ വീട് നിർമ്മിക്കാവുന്നതാണ്. നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഡെയിലി ഇതുപോലത്തെ വീഡിയോസ് പ്ലാനും 3D എല്ലാം ചെയ്യുന്നുണ്ട്. എപ്പോഴും നമ്മൾ പറയുന്നത് ഈ ഒരു വീട് നിർമ്മിക്കുന്നത് ഫുൾ കോൺട്രാക്റ്റ് അല്ല, വർക്ക് കോൺട്രാക്റ്റ് നൽകി മെറ്റീരിയൽ ക്ലയൻറ്റ് നൽകി ചെയ്യിച്ചാൽ മാത്രമാണ് ഈ ഒരു റേറ്റിന് ഫുൾ ഫിനിഷ് ആവുകയുള്ളൂ. ഒരു ഫുൾ കോൺട്രാക്റ്റ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 15% കോൺട്രാക്ടർ പ്രോഫിറ്റാണ്. എപ്പോഴും നമ്മൾ വർക്ക് എടുക്കുമ്പോൾ ഒരു എഞ്ചിനീയർക്ക് സൂപ്പർവിഷൻ ചാർജ് കൊടുത്ത് നൽകി ലൈസൻസ്ഡ് എഞ്ചിനീയർ ആണെങ്കിൽ എഗ്രിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കോൺട്രാക്ടർക്ക് കൊടുക്കണേക്കാളും നമുക്ക് പ്രോഫിറ്റായി എന്ന വർക്ക് ക്വാളിറ്റി ആയിട്ട് ചെയ്ത് തീർക്കാവുന്നതാണ്. ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക. ഈ ഒരു വീട് എങ്ങനെ ഫുൾ ഫിനിഷ് ചെയ്യാൻ പറ്റും, 1000 സ്ക്വയർ ഫീറ്റിന് നമുക്കൊരു 15 ലക്ഷത്തിന് ഫുള്ള് പറയുന്നതാണ്. ആദ്യം ഈ ഒരു വീടിൻ്റെ ഫ്ലോർ പ്ലാന് 2D പ്ലാനിലേക്ക് കിടക്കാം. വെറും 900 സ്ക്വയർ ഫീറ്റിൽ 2 റൂമുകളോട് കൂടിയ വീടിന്റെ പ്ലാനാണ് സ്ക്രീനിൽ കാണുന്നത്. ഈ ഒരു വീട്ടിൽ സിറ്റ് ഔട്ടിൽ നിന്നും ഡയറക്റ്റ് എൻട്രി വരുന്നത് ലിവിംഗ് സ്പേസിലേക്കാണ്. സിറ്റ് ഔട്ട് അത്യാവശ്യം വലുപ്പമുള്ള 12x5 ഫീറ്റിന്റെ സിറ്റ് ഔട്ടും, സിറ്റ് ഔട്ടിന്റെ സ്റ്റെപ്പ് ഇവിടെയാണ് വരുന്നത്. ഫ്രണ്ടിലായി തന്നെ 2 സ്റ്റെപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് എൻട്രി വരുന്നത് ലിവിംഗ് സ്പേസിലേക്കാണ്. ലിവിംഗ് വിത്ത് ഡൈനിങ് ഒരു വലിയ ഹാളായിട്ടാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഹാള് ടോട്ടലി 5.60 വരുന്നത് ലെങ്ത്. നമുക്കിതിലൊരു 3 മീറ്റർ ലിവിങ് ഏരിയയ്ക്ക് എടുത്താലും 2.6 മീറ്റർ നമുക്ക് ഡൈനിങ് റൂമായിട്ട് കിട്ടും. 3 മീറ്റർ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 6 സീറ്ററോട് കൂടിയ ലിവിംഗ് അറേഞ്ച്മെന്റും ഈ ഒരു പാർട്ടീഷൻ വാള് മൾട്ടിവുഡിലുള്ള വർക്ക് നൽകി കഴിഞ്ഞാൽ നമുക്കൊരു റൊട്ടേറ്റിംഗ് TV യൂണിറ്റ് എല്ലാം നൽകിയാൽ നമുക്ക് ലിവിങ്ങിൽ നിന്നും TV കാണാം, ഡൈനിങ്ങിൽ നിന്നും TV കാണാവുന്ന തരത്തിൽ ഡിസൈൻ ചെയ്യാവുന്നതാണ്. ഈ ഒരു 2.6 വിഡ്ത്തിൽ ലെങ്ത് നമുക്ക് 11 ഫീറ്റ് കിട്ടുന്നുണ്ട്. അപ്പം നമുക്കൊരു ലെങ്ത് വൈസ് ഒരു ടേബിൾ ഇടുകയാണെങ്കിൽ നമുക്കൊരു 6 സീറ്ററൊക്കെ സുഖമായിട്ട് ഇടാവുന്ന തരത്തിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീടിന്റെ കിച്ചണിലേക്ക് വന്നു കഴിഞ്ഞാൽ 12x10 ഫീറ്റിന്റെ അത്യാവശ്യം വലുപ്പമുള്ളൊരു കിച്ചൺ സ്പേസ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. വർക്ക് ഏരിയ തറ താഴ്ത്തി പുറത്തോട്ട് എടുത്തുകൊണ്ട് തന്നെ സ്ക്വയർ ഫീറ്റിലും കൂട്ടിയിട്ടില്ല. എൽ ഷേപ്പിലായി ഇതുപോലെ സ്ലാബ് അറേഞ്ച്മെന്റ് നൽകി കഴിഞ്ഞാൽ സ്റ്റൗവും സിങ്കും അതുപോലെ തന്നെ ഒരു ഫ്രിഡ്ജൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഇവിടെ നമുക്കൊരു 2 സീറ്ററോട് കൂടിയ കൗണ്ടർ എല്ലാം നൽകി ഓപ്പൺ കിച്ചൺ ആയിട്ടും സെറ്റ് ചെയ്യാവുന്നതാണ്. അത്യാവശ്യം ഭംഗിയോട് കൂടി തന്നെ ഈ ഒരു സിറ്റ് ഔട്ടിൽ നിന്നും എൻട്രി ചെയ്യുമ്പോൾ തന്നെ ടോട്ടൽ വ്യൂ നമുക്കൊരു ലക്ഷറി ടൈപ്പ് വ്യൂ തന്നെ ഡിസൈൻ ചെയ്യാവുന്നതാണ്. ഈ ഒരു വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ നൽകിയിരിക്കുന്നത് 2 ബെഡ്റൂമാണ്. 2 ബെഡ്റൂമും അത്യാവശ്യം വലുപ്പമുള്ള ഫ്രണ്ടിലെ ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂമായി നൽകിയിരിക്കുന്നു. സൗത്ത് വെസ്റ്റ് കോർണർ കന്നിമൂലയിലായിട്ട് 11x11.5 ഫീറ്റിന്റെ അത്യാവശ്യം വലുപ്പമുള്ള ഒരു മാസ്റ്റർ ബെഡ്റൂം സ്പേസ് ആണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിന് ടോയ്ലറ്റ് ഇവിടെ നിന്നാണ് നൽകിയിട്ടുള്ളത്. ടോയ്ലറ്റിന്റെ ഡോറ് ഇവിടുന്ന് നൽകി സ്റ്റെയറിന്റെ താഴെയായിട്ടാണ് ടോയ്ലറ്റ് നൽകിയിരിക്കുന്നത്. ഈ ഒരു വീടിന്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ 11x9 ഫീറ്റിന്റെ അത്യാവശ്യം വലുപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് ഗസ്റ്റ് റൂം ആയിട്ട് നൽകിയിരിക്കുന്നത്. ഈ ഒരു മൂന്നാമത്തെ ബെഡ്റൂം ഈ ഒരു വീട്ടിന് നൽകിയിട്ടുണ്ട്. ഈ നടുക്കത്തെ ബെഡ്റൂം നമുക്ക് ബെഡ്റൂം ആയിട്ട് കൂട്ടാൻ പറ്റില്ല. ഇത് വേണമെങ്കിൽ നമുക്കൊരു ഡൈനിങ് റൂം ആയിട്ട് അറേഞ്ച് ചെയ്യാം. അപ്പൊ ഈ ഡൈനിങ് ഇവിടുന്ന് ക്യാൻസൽ ആവും, അല്ലെങ്കിൽ നമുക്കൊരു ഓഫീസ് റൂം ആയിട്ട് അറേഞ്ച് ചെയ്യാം. ഇത് അത്യാവശ്യം നോർമൽ സൈസുള്ള ഒരു ഗസ്റ്റ് റൂം ആയിട്ടാണ് നോക്കുന്നത്. നോർമൽ 2 വലിയ റൂമാണ് ഈ വീടിന് വരുന്നത്. ബാക്കിലത്തെ ബെഡ്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്കിലത്തെ ബെഡ്റൂം 11x10 ഫീറ്റിന്റെ അത്യാവശ്യം വലുപ്പമുള്ള ഒരു ബെഡ്റൂം സ്പേസ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ആ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ട് ടോയ്ലറ്റും നൽകിയിരിക്കുന്നു. ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന നേരത്തിൽ വീതി കുറഞ്ഞ് നീളം കൂടിയിട്ട് തന്നെയാണ് ഈ ബെഡ്റൂമിന്റെ ബാത്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീടിന്റെ ടോട്ടൽ ഗ്രൗണ്ട് ഫ്ലോർ 900 സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത്. നെക്സ്റ്റ് ഈ വീഡിയോന്റെ എലിവേഷൻ കണ്ടിട്ട് വരാം. ഈ ഒരു വീടിന്റെ ഫ്രണ്ട് വ്യൂ ആണ് ഈ ഒരു സ്ക്രീനിൽ ഇപ്പോൾ കാണുന്നത്. അത്യാവശ്യം വർക്കെല്ലാം കയറ്റി, അതായത് ഒരു കണ്ടംപററി ഫ്ലാറ്റ് റൂഫ് ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. ക്ലാഡിംഗ് സ്റ്റോൺ എല്ലാം ഒഴിവാക്കി പെയിന്റിംഗ് വർക്കാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു വീടിന്റെ റൈറ്റ് സൈഡിലെ ബെഡ്റൂമിന്റെ ഫ്രണ്ടിലായിട്ട് ലെഫ്റ്റ് സൈഡിൽ എൽ ഷേപ്പിലായി ഒരു ഷോ വാള് നൽകി. ഇതുവരെയാണ് നമ്മളെ മെയിൻ സ്ലാബ് വരിക. അതായത് 45 സെന്റിമീറ്റർ കഴിഞ്ഞ് 3 മീറ്റർ ഹൈറ്റും അത് കഴിഞ്ഞ് ഒരു 2 ഫീറ്റ് പാരപ്പറ്റ് കിട്ടി. അതിന്റെ മേലൊരു കോപ്പിംഗ് ബീം 2 ഫീറ്റിന് നൽകി. അതിന്റെ താഴെ സ്പോട്ട് ലൈറ്റും നൽകിയിരിക്കുന്നു. ഇതൊരു പുതിയ ടൈപ്പ് ഡിസൈൻ ആണ്. ഇതുപോലെ ചെയ്യുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ വീട് ഹൈറ്റ് ഉള്ള പോലെ തോന്നും, എന്നാൽ ഓവർ വർക്കും കയറുന്നില്ല. കണ്ടംപററി ഡിസൈനിൽ ഇപ്പൊ നോർമലി കണ്ടുവരുന്ന ഒരു ഡിസൈൻ ആണിത്. അതുപോലെ തന്നെ റൈറ്റ് സൈഡ് വാളുമ്പോൾ നമുക്ക് ടെക്സ്ചർ പെയിന്റോ അല്ലെങ്കിൽ ഇപ്പൊ ഇതിൽ നോർമൽ പെയിന്റ് ആണ് നൽകിയിരിക്കുന്നത്. നോർമൽ പെയിന്റ് നൽകി ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ആ വാള്. അവിടെ നമ്മളൊരു ഡബിൾ ലൈറ്റ് എല്ലാം നൽകി. നൈറ്റ് വ്യൂവില് ഈ ഒരു വീട് സ്പോട്ട് ലൈറ്റും ഡബിൾ ലൈറ്റ് കണ്ടു കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം ഒരു ലക്ഷറി ഫീല് കിട്ടും. സിറ്റ് ഔട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ ഒരു ഷോ വാൾ വിത്ത് പില്ലറാണ് നൽകിയിരിക്കുന്നത്.
സിറ്റ് ഔട്ടിന്റെ സ്റ്റെപ്പ് കവർ ചെയ്യാവുന്ന തരത്തിൽ നൽകി അതിന്റെ പുറത്തോട്ടാണ് 2 ഫീറ്റിന് സ്ലാബ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സിറ്റ് ഔട്ടിലോട്ട് തീരെ വെള്ളം കടക്കില്ല. 2.10 ഹൈറ്റിന് തന്നെ നൽകി ഒരു 20 സെന്റിയുടെ ബീമും നൽകിയിരിക്കുന്നു. ഇനി ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സിറ്റ് ഔട്ടിന്റെ എൻഡിൽ നിന്ന് ലിവിങ്ങിന്റെ സ്റ്റാർട്ടിങ്ങിൽ നിന്നും ഒരു ഷോ വാള് 1.5 ഫീറ്റിന് നൽകിയിട്ട് ടോപ്പിലോട്ടും 2 ഫീറ്റിന് ആ ഒരു ഷോ വാള് ടോട്ടലി കവർ ചെയ്തിട്ടുണ്ട്. അതിലും ഒരു ഗ്രേ കളർ ടച്ചുള്ള പെയിന്റ് ആണ് നൽകിയിരിക്കുന്നത്. അതിന്റെ റൈറ്റ് സൈഡ് ആയി ഒരു ഗ്രിൽ വർക്കും നൽകിയിരിക്കുന്നു. ഇതേ ഒരു സെയിം ഗ്രൂ വർക്ക് വിത്ത് പെയിന്റിംഗ് വർക്കാണ് ഫസ്റ്റ് ഫ്ലോറിലെ സ്റ്റെയർ റൂമിൽ മാത്രം നൽകിയിരിക്കുന്നത്. ഇതുപോലത്തെ പ്ലാനും 3D എല്ലാ ദിവസേന നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ലഭിക്കാൻ വേണ്ടി ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ വീടിന്റെയും പ്ലാനോ 3D ഇന്റീരിയർ ചെയ്യണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫോൺ നമ്പർ നൽകിയിരിക്കുന്നു. ഏറ്റവും മിതമായ നിരക്കിൽ തന്നെ ചെയ്തു തരുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു വീട് എങ്ങനെ ഒരു 1000 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഒരു വീട് വരുന്നത്, എങ്ങനെ നമുക്കൊരു 15 ലക്ഷത്തിന് ഫുൾ ഫിനിഷ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ ഒരു വീടിൻ്റെ ഫൗണ്ടേഷൻ വർക്കിന് 1000 സ്ക്വയർ ഫീറ്റ് നമ്മൾ കരുതുന്നത് ഒരു 2 അടി താഴ്ചയും 2 അടി വീതി ഫൗണ്ടേഷനാണ്. കരിങ്കല്ലിലാണ് ചെയ്യണമെങ്കിൽ നമുക്ക് പാലക്കാട് ഏരിയയിലൊക്കെ നമുക്ക് മെറ്റീരിയൽ റിക്വയർമെൻറ്റിന് വരിക. മെറ്റീരിയൽസിന് നമുക്ക് ലേബർ ചാർജ് വരിക യൂണിറ്റിന് ഒരു 2200 വരാറ്. അപ്പോൾ നമുക്കൊരു 1000 സ്ക്വയർ ഫീറ്റ് വീടൊക്കെ നമുക്ക് ഫുൾ ഫിനിഷ്, അതായത് തറപ്പണി ഫുൾ ഫിനിഷ് ചെയ്യാൻ വേണ്ടി വരുന്നത്. ലേബർ ചാർജ് വരാറ് ഒരു 2200 പെർ യൂണിറ്റ് ആവുമ്പോൾ ടോട്ടൽ ഒരു 15 യൂണിറ്റോളാണ് വരാറ്. അപ്പോൾ നമുക്കൊരു 15 യൂണിറ്റ് മൾട്ടിപ്ലൈഡ് ബൈ 2200 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലേബർ ചാർജ് കിട്ടും. അതുപോലെ തന്നെ കരിങ്കല്ലിൻ്റെ നമുക്ക് റേറ്റ് വരാറ് ഒരു 15 യൂണിറ്റിനൊക്കെ ഒരു 67,000 റേഞ്ചൊക്കെയാണ് വരിക. അപ്പോൾ നമുക്ക് ലേബർ ചാർജ് ഒരു 33,000 കൂടിയും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു 1 ലക്ഷം രൂപയാണ് നമുക്ക് തറപ്പണിക്ക് വരാറ്. തറപ്പണി കഴിഞ്ഞ് അതിൻ്റെ മേലെ ബെൽറ്റ് മുതൽ വാർക്ക വരയ്ക്ക് നമുക്ക് മെറ്റീരിയൽ ക്ലയൻറ്റ് നൽകി നമുക്ക് ചെയ്യിക്കുകയാണെങ്കിൽ നമുക്ക് ലേബർ ചാർജ് പ്ലാസ്റ്ററിംഗ് വർക്ക് കൂട്ടാതെ നമുക്കൊരു 200 രൂപയ്ക്കാണ് ലേബർ ചാർജ് മാത്രം വരാറ്. അപ്പോൾ 200 × 1000 സ്ക്വയർ ഫീറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ ഒരു 2 ലക്ഷം രൂപയാണ് വരിക. പിന്നെ നമുക്ക് വരിക തേപ്പിൻ്റെ കൂലി നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു 100 രൂപ കൂടി സ്ക്വയർ ഫീറ്റിന് വരാറ്. അപ്പോൾ നമുക്കൊരു 1 ലക്ഷം രൂപയാണ് തേപ്പിൻ്റെ കൂലി വരിക. അപ്പോൾ ടോട്ടൽ 2 + 1 3 ലക്ഷം രൂപയും പിന്നെ ഈ തേപ്പിൻ്റെയും സ്ട്രക്ചറൽ വർക്കിൻ്റെയും മെറ്റീരിയൽ കോസ്റ്റ് ആയിട്ടൊരു 4 ലക്ഷം രൂപയാണ് വരിക. അപ്പോൾ ടോട്ടൽ നോക്കുകയാണെങ്കിൽ 4 3 7 ലക്ഷവും 1 8 ലക്ഷം രൂപയാണ് നമുക്ക് സ്ട്രക്ചറൽ വർക്ക് ഫുൾ ഫിനിഷ് ചെയ്യാൻ വേണ്ടി വരിക. പിന്നെ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഫിനിഷിംഗ് വർക്ക് ഈ ഒരു സ്റ്റേജിനാണ് നമ്മൾ ബാക്കി ഒരു 7 ലക്ഷം രൂപ കരുതേണ്ടത്. അങ്ങനെയാണ് ഈ ഒരു റേറ്റിന് ഈ ഒരു വീട് ഫുൾ ഫിനിഷ് ആവുന്നത്. ഇതിൻ്റെ കൂടെ നമ്മളൊരു ഫുൾ കോൺട്രാക്റ്റ് കൊടുക്കുകയാണെങ്കിൽ ഒരു 15% കൂട്ടുമ്പോഴാണ് നമുക്ക് ഫുൾ കോൺട്രാക്ട് റേറ്റ് വരുന്നത്. എപ്പോഴും വർക്ക് കോൺട്രാക്റ്റ് കൊടുത്ത് മെറ്റീരിയൽ ഇറക്കി ചെയ്യുമ്പോൾ തന്നെയാണ് കൺസ്ട്രക്ഷൻ വർക്ക് ലാഭകരം.